ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ബലി പെരുന്നാൾ ആശംസകൾ. എന്നിട്ട് എന്തൊക്കെയുണ്ട് ബലി പെരുന്നാളായിട്ട് വിശേഷങ്ങളൊക്കെ? എല്ലാവരും വിരുന്ന് പോകാനൊക്കെ റെഡിയാണ്. ബസ്സിൽ ഒന്ന് പോകുമോ? പെങ്ങന്മാരൊക്കെ നാളെ വരും. ഇപ്പൊ നാളെ രണ്ടാം പെരുന്നാൾ ഇവിടെ നമുക്ക് തകർക്കണം. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളൊക്കെ വിരുന്ന് പോയോ? എന്താണ് സ്പെഷ്യൽ ഒക്കെ കമൻറ്റ് ഇട്ടോ. ചിലർ ബിരിയാണി, മന്തി. ഇപ്പോൾ നാളെ മുതൽ ബീഫിൻ്റെ തല്ലാക്കാരം അല്ലേ? ഇപ്പോൾ തന്നെ ഇവിടെ 3-4 പൊതി കിട്ടി വെച്ച് തരാൻ തുടങ്ങി. ഇനി അങ്ങോട്ട് അല്ലേ? ഇന്നിപ്പോൾ ഒരു ടീമിൻ്റെ ഇനി നാളെ അങ്ങനെ ഫുൾ ഇനി ദിവസം സാമ്പാറിലിറച്ചി, തോരലിറച്ചി, മറ്റേ പെരിയിലിറച്ചി പറഞ്ഞ് ബീഫിൻ്റെ തല്ലാക്കാരം. അപ്പോൾ എന്തായാലും ഇന്ന് ഞങ്ങൾ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്. എന്തൊക്കെ സർപ്രൈസാണ്. അപ്പോൾ നമുക്ക് നേരെ ഫുഡിലേക്ക് പോകല്ലേ? കമോൺ. അപ്പോൾ പെരുന്നാളായിട്ട് ഇന്ന് ഫുഡ് എന്തൊക്കെയാ വെച്ചാൽ ഫാസില സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി. എന്തൊക്കെയാണ് പറഞ്ഞാൽ മോരൂട്ടാനും ചോറും, അതിക്ക് ചിക്കൻ പൊരിച്ചത്, പേരി, ബീഫ് റോസ്റ്റ്, പുളിയിഞ്ചി, സ്രാവ് പൊരിച്ചത് ഭയങ്കര ഇഷ്ടം കേട്ടോ. ബീഫും ചിക്കൻ ഉണ്ടെങ്കിൽ ഞാൻ സ്രാവ് പൊരിച്ചതും മോരൂട്ടാനും കൂട്ടിയിട്ട് ഒരു പട പൊളിക്കും. പിന്നെ മാങ്ങച്ചാറ് അത് ഐറ്റംസ് തന്നെ, പപ്പടം, പിന്നെ പായസം. ഇതെന്താ? ചക്കക്കുരു പായസം. പിന്നെ ഇത് അരിപ്പായസം. 2 തരം പായസം ഉണ്ട്. പിന്നെ മന്തി, ചിക്കൻ അല്ലേ? ചിക്കൻ മന്തി അല്ലേ? ചിക്കൻ മന്തി ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്നത് പെരുന്നാൾ ഫുഡ്. അപ്പോൾ എങ്ങനെ ഉണ്ട് നോക്കട്ടെ. മോരൂട്ടാനും ചോറും ഒരു രക്ഷയില്ല. അടിപൊളിയായി. ഇപ്പോൾ സ്രാവ് പൊരിച്ചാണ് ഇഷ്ടം കേട്ടോ. ഓ പപ്പടവും തോന കറി വെക്കണം, നല്ല രസമുള്ള തോന കറി വെച്ചിട്ട് ഞാൻ പപ്പടം കൂട്ടി ഇടുമ്പോഴാണ് പെരുന്നാൾ ചോറാവുള്ളൂ. അവിടെ ഉണ്ടോ സ്രാവ്? ബീഫാണ് ഇഷ്ടം, ചിക്കനാ? നമ്മൾ സ്രാവ് വേണ്ട ബീഫും ചിക്കനും പോകുള്ളൂ. ബീഫ് റോസ്റ്റ് ഉണ്ട്. ബീഫൊക്കെ നല്ല സറിയോ? കുറവുണ്ടെങ്കിൽ ഞാൻ പറയാലോ. അതിന് ചിക്കൻ മസാല അടിപൊളിയാണ്. ചിക്കൻ മിക്സ് ചെയ്യണം. ചിക്കൻ കൂടെ രക്ഷയില്ല. പിന്നെന്താണ്? അച്ചാറല്ലേ? മാങ്ങച്ചാർ ഇന്നലെ അരിഞ്ഞതാ. ഇനി എന്തെങ്കിലും കൂട്ടാനുണ്ടോ? പുളിയിഞ്ചി എത്ര മണിക്ക് വെച്ച് കടന്ന് ഇന്നലെ രാത്രി 3 മണിക്കൊക്കെ ഇരുന്നായിരിക്കും പുളിയിഞ്ചിക്കും ഇതിക്കൊക്കെ. നമുക്ക് മന്തി ഒന്ന് റിവ്യൂ ചെയ്തോട്ടെ. സംഭവം അടിപൊളിയായിരിക്കും. നമുക്ക് കഴിച്ചോളാം. കൂടുതലേക്ക് രണ്ട് രക്ഷയില്ല, അടിപൊളി. അങ്ങനെ ഫൈനലി മന്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പായസം. ഇതേതാണ്? അരിപ്പായസം. ഉണ്ട്. ഇതേ പായസം? ചക്കക്കുരു. ചക്കക്കുരു ആദ്യം ചുടിക്കരുത്, വെറൈറ്റി ടേസ്റ്റ്. ഇതെന്തിനാണ്? പപ്പടം നമ്മൾ ലേസം ഒന്ന് കുറച്ചിട്ട് ലേസം അരിപ്പായസം വെച്ചിട്ട് ഇങ്ങനെ നേരിടുക. ഇതിലിപ്പോൾ ഒരു പഴം കൂടി വേണ്ടതാ. പക്ഷേ പഴം നേന്ത്രപ്പഴമല്ല, ചെറുപഴമല്ല. അപ്പം ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു രക്ഷയില്ല. ചിലരിതിൽ പുളിയിഞ്ചി കിട്ടും, പക്ഷെ അത് ഇഷ്ടമല്ല. വളരെ അടിപൊളിയാവും. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഈദ് മുബാറക്ക്. അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു. ടാറ്റാ.